അപ്പൊ ഉമ്മയുടെ തണൽ എന്നതാണ് നമ്മുടെ വിഷയം. ഉമ്മ തണലാണ്, ഉപ്പ തണലാണ്, ഉമ്മ തണൽ മരമാണ്, ഉപ്പ തണൽ മരമാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാൻ വലിയ എളുപ്പമാണ്. പക്ഷെ ആ തണൽ അനുഭവിക്കുന്നവർ തിരിച്ച് അവർക്കുകൂടി തണലാകുന്ന, അവർക്കുകൂടി സമാധാനമാകുന്ന, അവർക്കുകൂടി ആശ്വാസമാകുന്ന ഒരു വലിയ തണൽ മരമായി മാറുന്ന അത്ഭുതം, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇസ്ലാമിക പണ്ഡിതൻ, വലിയ ഹദീസ് പാണ്ഡിത്യത്തിന്റെ നിറവിൽ ഇൽമിന്റെ വലിയ മേഖലകൾ കൈയടക്കിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, ആബിദായ മനുഷ്യനാണ്. അല്ലാഹുവിന് വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആബിദായ മനുഷ്യനാണ്. മാതാപിതാക്കളോട്, അല്ലാഹുവിനോട്, ദീനിനോട് എന്ത് കടമയാണ് ഞാൻ പാലിക്കേണ്ടത് എന്ന പരിപൂർണമായ ബോധമുള്ളതിനോടുകൂടി അതൊക്കെയും പാലിക്കുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മ വിളിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വിളിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു എന്തേ ഉമ്മ എന്ന് മറുപടി കൊടുത്തു. ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ചെയ്യുകയും ചെയ്തു. ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, വളരെ ഭംഗിയായി ചെയ്തു കൊടുത്തു. പക്ഷെ കുറെ സമയം കഴിഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടാൻ തുടങ്ങി. അല്ലാഹുവേ, എന്റെ ഉമ്മ എന്നെ വിളിച്ച സമയത്ത് എന്തേ ഉമ്മ എന്ന് ഞാൻ മറുപടി കൊടുത്തപ്പോ, എന്തേ ഉമ്മ എന്ന് ഞാൻ എന്റെ ഉമ്മാടെ വിളിക്ക് ഉത്തരം കൊടുത്തപ്പോ, മറുപടി കൊടുത്തപ്പോ എന്റെ ശബ്ദമൊന്നു കൂടിപ്പോയോ അല്ലാ. ഞാൻ മറുപടി കൊടുത്തത് അല്പം ശബ്ദം കൂട്ടിയിട്ടാണോ തമ്പുരാനെ എന്ന ആശങ്ക മനസ്സിന്റെ അകത്ത് വന്നുപോയി. സഹിക്കാനാകാതെ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് പുറത്തു കിടക്കുകയാ. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു രണ്ട് വിലപിടിപ്പുള്ള അടിമകളെ വാങ്ങുകയാണ്. വിലപിടിപ്പുള്ള രണ്ട് അടിമകളെ വാങ്ങിയിട്ട് ആ രണ്ട് അടിമകളെയും സ്വതന്ത്രരാക്കി വിടുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്ന് മുസല്ല വിരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്നു. റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് എന്തേ ഉമ്മ എന്ന് ഞാൻ മറുപടി കൊടുത്തപ്പോ വിളി കേട്ടതായപ്പോ ആ ശബ്ദമൽപ്പം ഉയർന്നു പോയിട്ടുണ്ടോ അല്ലാ എന്ന ഒരാശങ്ക കൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ട് അടിമകളെ വാങ്ങിയിട്ട് ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു അല്ലാ. ഈ പവിത്രമായ കർമ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉമ്മയുടെ മുന്നിൽ ശബ്ദം കൂടിപ്പോയോ എന്ന എന്റെ സംശയം, അല്ലെങ്കിൽ ശബ്ദം കൂടിപ്പോയി എന്ന തെറ്റ് നീ എനിക്ക് മാപ്പാക്കി തരണേ റബ്ബേ. ഉമ്മ വിളിച്ചപ്പോൾ ഒരൽപ്പം ശബ്ദമൊങ്ങ് കൂടിപ്പോയോ എന്ന ചെറിയ ഒരു സംശയത്തിന്റെ പേരില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു രണ്ട് വിലപിടിപ്പുള്ള അടിമകളെ വാങ്ങി മോചിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ കർണാടകയിലെ സമ്പ്യയിൽ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയോട് വഴക്കിടുന്ന മക്കളത്രയാ, ഉമ്മയോട് തർക്കിക്കുന്ന മക്കളത്രയാ. ഉമ്മയോട് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ശബ്ദിക്കാൻ പാടില്ലെന്ന് യുവാക്കള് ശബ്ദമുയർത്തി കയർക്കുന്ന, എതിർക്കുന്ന, വർത്തമാനം പറയുന്ന മക്കളത്രയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലെത്തുമ്പോ പൊന്നുമോനെ നിന്നെ പിടിച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. ഉമ്മയോടല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ കടമ നീ പാലിക്കേണ്ടത് ഉമ്മയോടല്ലേ, ഏറ്റവും വലിയ നന്ദി കാണിക്കേണ്ടത് ഉമ്മയോടല്ലേ.
ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിനക്ക് ചുരിഞ്ഞു തന്നത് ഉമ്മയല്ലേ? ഒരു 100 രൂപ സന്ധ്യയിലെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് ആരെങ്കിലും തന്നാൽ അവനോട് നീ നന്ദിയുള്ളവനായിരിക്കുമല്ലോ. ഒരു 10,000 രൂപ ചെറുപ്പക്കാരാ നിന്റെ ബുദ്ധിമുട്ടിലും നിന്റെ പ്രയാസത്തിലും നിന്നെ ആരെങ്കിലും സഹായിച്ചാൽ അവനോട് നീ പിന്നെ നന്ദിയുള്ളവനായിരിക്കുമല്ലോ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ, ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നിന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ ആ പ്രിയപ്പെട്ടവരോട് ഒരിക്കലും മറക്കാത്ത നന്ദിയുടെ കടപ്പാട് കാത്തു സൂക്ഷിക്കുന്ന എന്റെ സന്ധ്യയിലെ ചെറുപ്പക്കാരാ. എന്നാൽ ആരെങ്കിലും ഒരു 10,000 രൂപ തന്നതുപോലെയാണോ? ആരെങ്കിലും 1,00,000 രൂപ നിനക്ക് തന്നതുപോലെയാണോ? ആരെങ്കിലും 1 കോടി രൂപ നിനക്ക് തന്നതുപോലെയാണോ? ഈ ലോകത്ത് നിന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകളൊന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? ഏറ്റവും വലിയ നന്ദി കാണിക്കേണ്ടത് ഉമ്മയോടല്ലേ എന്റെ സന്ധ്യയിലെ ചെറുപ്പക്കാരാ? ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് പെങ്ങളെ ഉമ്മയോടല്ലേ? ആ പ്രിയപ്പെട്ട ഉമ്മയോട് നന്ദി കാണിക്കണമെന്ന് ഖുർആൻ നിന്നോട് പറയണമോ? ഹദീസ് നിന്നോട് പറയണമോ? പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നോട് പറയണമോ? നിന്റെ ഉമ്മാക്ക് സന്ധ്യയിലെ അഷ്റഫിനെ വിളിച്ചിട്ട്, സന്ധ്യയിലെ അബൂബക്കറിനെ വിളിച്ചിട്ട്, സന്ധ്യയിലെ ഇബ്രാഹിമിനെ വിളിച്ചിട്ട്, സന്ധ്യയിലെ സുലൈമാനെ വിളിച്ചിട്ട് നീ നിന്റെ ഉമ്മാക്ക് നന്ദി കാണിക്കണമെന്ന് ഖുർആൻ പറയുന്നത് വരെ കാത്തിരിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് വരെ കാത്തിരിക്കണ്ട. നീ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. സുഖമില്ലാത്ത സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ അയൽവക്കത്തുള്ള ഒരു സഹോദരൻ നിന്നെ സഹായിച്ചാൽ അവനോട് നന്ദി വേണമെന്ന് ആരും നിന്നോട് പറഞ്ഞു തരണ്ട. എന്നും നീ ആ കൂട്ടുകാരനോട് കടമയുള്ളവനാണ്, കടപ്പാടുള്ളവനാണ്, നന്ദിയുള്ളവനാണ്. അങ്ങനാണെങ്കിൽ ഉമ്മയോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ ആകാശലോകത്തെ പടച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന സംഹാരകർത്താവായ പടച്ച തമ്പുരാൻ പറഞ്ഞു, അനിഷ്കുറുലീ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തണമേ. ഈ ലോകത്തെ സംവിധാനിച്ച പടച്ചറബിനോട് അല്ല പറയുകയാണ്, പടച്ചവനായ എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണമേ. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ്, ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇടുന്നതിന് മുമ്പ് തന്നെ അല്ല പറയുകയാ, വലിവാലിദൈ, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണമെന്ന് അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ ചേർത്തു പറയണമെങ്കിൽ, അല്ലാഹുവിന്റെ കൽപ്പനയുടെ കൂടെ ചേർത്തു പറയണമെങ്കിൽ, അല്ലാഹുവിന്റെ പ്രഖ്യാപനത്തിന്റെ കൂടെ ചേർത്തു പറയണമെങ്കിൽ, എന്റെ സന്ധ്യയിലെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോട് ഈ ദുനിയാവ് നിറച്ചും നിങ്ങൾ നന്ദി തിരിച്ചു കൊടുത്താലും മതിയാവില്ല മോനെ, മതിയാവില്ല മോളെ. അത്രമേൽ സുന്ദരമാണ് ആ പടച്ച റബ്ബ് നമ്മോട് ഉമ്മയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തില് ഉമ്മമാരുടെ കണ്ണുനീര് സ്വന്തം ഉമ്മയല്ല, ദുനിയാവിൽ ജീവിക്കുന്ന ഏത് ഉമ്മയുടെ കണ്ണാണെങ്കിലും നിറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഒരു പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് വസ്ത്രം ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞു, ഇല്ല ഉമ്മ, എനിക്ക് തരാൻ നിങ്ങൾ എന്റെ കയ്യിൽ വസ്ത്രമില്ല. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ പരലോകം സൂക്ഷിക്കണേ ഉമറേ. അത് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഇറങ്ങി പോകുന്ന ആരുടെയോ ഒരുമ്മ, അത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച ഉമ്മയല്ല. ആ ഉമ്മയുടെ പിന്നാലെ പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മ കരയല്ല ഉമ്മ, സങ്കടപ്പെടല്ല ഉമ്മ, എന്റെ പേരിൽ അല്ലാഹുവിനോട് പരാതി പറയല്ല ഉമ്മ, പരാതി പറയല്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊരുത്തം വാങ്ങിച്ചെങ്കിൽ, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്, അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്.
അതുപോലെ പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയില് ചോർന്നലിക്കുന്ന കൂരയ്ക്കകത്ത് ആരും സഹായിക്കാനില്ലാതെ കിടന്ന മറ്റൊരു പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ പൊരുത്തക്കേട് കിട്ടുമോ എന്ന് പേടിച്ചുപോയ ഉമറേ, ആ ഉമ്മയുടെ വിഷമത്തിനു പകരം അല്ലാഹു എന്ന് ശിക്ഷിക്കുമോ എന്ന് പേടിച്ചുപോയ ഉമറേ, പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികിലേക്ക് ചെല്ലുമ്പോ വയോവൃദ്ധയായ ഉമ്മാക്ക് കാഴ്ചയില്ല, ഒരു കൂരയ്ക്കകത്ത് അങ്ങനെ കിടക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട ഉമ്മ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റിയിട്ട് മനോഹരമായി അലക്കിയിട്ട് അടുത്ത വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുക്കുമ്പോ ആ ഉമ്മ പറയുകയാ, നിങ്ങൾ ആരും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ തരുന്ന ഭക്ഷണം ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാനുള്ള പല്ലെനിക്കില്ല, അതുകൊണ്ട് ആ ഭക്ഷണമൊന്ന് നനച്ചു കുതിർത്ത് തരണമെന്ന് പറഞ്ഞപ്പോ സ്വന്തം വായ്ക്കകത്ത് വെച്ചിട്ട് അത് നേർമയാക്കി കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ്. അതാ രാജ്യത്തെ ഖലീഫയാണെന്ന് പറഞ്ഞില്ല, അതാ രാജ്യത്തെ ഖലീഫയാണ് ഞാനെന്ന് ആ ഉമ്മയോട് പറഞ്ഞില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്നൊക്കെ മടങ്ങിപ്പോയി. ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. പ്രായം ചെന്ന ഉമ്മ, അത് തന്നെ പ്രസവിച്ച ഉമ്മയല്ലെങ്കിലും, തന്നെ സ്നേഹിക്കുന്ന ഉമ്മയല്ലെങ്കിലും, തന്റെ ശത്രുവിന്റെ ഉമ്മയാണെങ്കിൽ പോലും പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ കാണുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സഹതാപം കൂടുതലാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ അടർന്നു വീടുമായിരുന്നു. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, തങ്ങളെ, നിങ്ങൾ ഉമ്മയെ കുറിച്ച് പറയുന്നത്, വാചാലനാകുന്നത് കൊതിയോടെ ദൂരത്തിരുന്ന് കണ്ടവനാണ് തങ്ങളെ ഞാൻ. എന്റെ ഉമ്മയെ ഞാൻ തറയിൽ വെക്കാതെ നോക്കുന്നു ഉമറേ, അല്ലയോ പ്രിയപ്പെട്ട ഉമറേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ തറയിൽ വെക്കാതെയാ നോക്കുന്നത്. എന്റെ ഉമ്മ രോഗിയാണ് തങ്ങളെ, എന്റെ ഉമ്മാക്കേറെ പ്രായമുണ്ട് തങ്ങളെ. എന്റെ ഉമ്മ ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ ആ തുപ്പലം ദൂരേക്ക് ചെന്ന് വീടില്ല തങ്ങളെ. എന്റെ ഉമ്മ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണ് തങ്ങളെ. പക്ഷേ ഈ പൊന്നുമോനുണ്ടല്ലോ തങ്ങളെ, എന്റെ ഉമ്മയെ കനകക്കട്ടി പോലെയാണ് നോക്കുന്നത് തങ്ങളെ. എന്റെ ഉമ്മയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെയാണ് ഞാൻ നോക്കുന്നത് തങ്ങളെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൊരു മകന്റെ ബാധ്യതയാണല്ലോ, അതൊരു മകന്റെ കടമയാണല്ലോ, അതെന്നോട് പ്രത്യേകിച്ച് നീ പറയുന്നതെന്തിനാണ്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, എന്റെ ഉമ്മയുടെ മലവും മൂത്രവും എന്റെ ഈ രണ്ട് കൈകൊണ്ട് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് തങ്ങളെ. എന്റെ ഉമ്മ പാതിരാത്രിയിൽ എപ്പോഴെങ്കിലും ശരീരത്തിന് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഉറങ്ങാതെ ഞാൻ ഉമ്മാന്റെ അടുത്തിരിക്കും തങ്ങളെ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാല് ഞാൻ ഇങ്ങനെ പതിയെ തടവി കൊടുക്കും തങ്ങളെ. എന്റെ ഉമ്മാന്റെ കാല് ഞാൻ ഇങ്ങനെ പതിയെ 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 തടവി കൊടുക്കും തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, എന്റെ ഉമ്മ പാതിരാ സമയത്ത് ഉറക്കമുണർന്നിരുന്നാല് ചെറിയ ഒരു തടിക്കഷണം വെച്ചിട്ട് എന്റെ ഉമ്മാടെ ശരീരത്തിന്റെ ഭൂഷണം മാറ്റാൻ എന്റെ പൊന്നാര ഉമ്മച്ചിക്ക് ഞാൻ ഇങ്ങനെ വീശറി പോലെ വീശിക്കൊടുക്കും തങ്ങളെ. എന്റെ ഉമ്മയെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കും തങ്ങളെ. എന്റെ ഉമ്മാക്ക് ഞാൻ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും തങ്ങളെ. ഈ ദുനിയാവില് എന്റെ ഉമ്മ എന്ത് ചോദിച്ചാലും ഞാൻ നടത്തി കൊടുക്കും തങ്ങളെ. എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കും തങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സന്തോഷം മോനെ, അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ആ പൊന്നുമോന് പറയുന്നു, ഉമറേ, ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്തിനെന്നറിയോ?
എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാനുണ്ട് ഖലീഫ, നിങ്ങളോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് തങ്ങളെ. എന്താണ് ചോദിക്കാനുള്ളതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോ ഒരു ഉമ്മയോടുള്ള, ഒരു മാതാവിനോടുള്ള കടമയുടെ പരിപൂർണതയിലേക്ക് എനിക്ക് എത്താൻ കഴിയുമോ തങ്ങളെ? ഉമ്മയുടെ മലവും മൂത്രവും എന്റെ കൈകൊണ്ട് കോരിയെടുക്കുന്നോ, രാത്രി ഒരു ദിവസവും ഉറങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്റെ ഉമ്മാന്റെ കാല് ഞാൻ തടവി കൊടുക്കുമ്പോ, എന്റെ ഉമ്മയെ കുളിപ്പിക്കുമ്പോ, എന്റെ ഉമ്മാക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോ, എന്റെ ഉമ്മാക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോ, പ്രിയപ്പെട്ട തങ്ങളെ, എന്റെ ഉമ്മയോടുള്ള കടമ പാലിച്ചവരുടെ കൂട്ടത്തില് ഞാൻ പെടുമോ തങ്ങളെ? അതിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, എന്റെ സന്ധിയിലെ ചെറുപ്പക്കാരാ, നിനക്കറിയണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഉമ്മാക്ക് മാസത്തിൽ ചിലവന് 2000 രൂപ കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ടാവാ. കല്യാണം കഴിഞ്ഞ സുന്ദരിയായ ഭാര്യയെ കിട്ടിയപ്പോ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ സ്വന്തം വീട്ടിന്റെ അകത്തിരുന്ന് പുറത്താക്കിയ ചെറുപ്പക്കാരുണ്ടാകാ. എന്നാലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പർദ്ദയോ നൈറ്റിയോ മഫ്തയോ ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഉമ്മയെ സ്നേഹിക്കുന്ന മോനാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ചെറുപ്പക്കാരുണ്ടാവാ. പെരുന്നാളിന്റെ ഉമ്മാന്റെ അടുത്ത് പോയി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ട് മൈ ഉമ്മാന്ന് അടിയിൽ ഇങ്ങനെ കമന്റ് എഴുതുന്നത് കാത്ത് ലവിന്റെ ചിഹ്നങ്ങൾ കൂട്ടുകാര് വാരി വിതറുന്നത് കാണാ. കാത്തിരിക്കുന്ന സന്ധ്യയിലെ ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നീ നിന്റെ ഉമ്മയുടെ മലം കോരിയിട്ടില്ല, നീ നിന്റെ ഉമ്മയുടെ മൂത്രം കോരിയിട്ടില്ല, നീ നിന്റെ ഉമ്മയുടെ വസ്ത്രമലക്കിയിട്ടില്ല, നീ നിന്റെ ഉമ്മയുടെ ശരീരശകലങ്ങളിൽ വേദന കൊണ്ട് പിളയുമ്പോ തടകി കൊടുത്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തു പോയ ഒരു മകൻ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാ, തങ്ങളെ, ഇതൊക്കെ ചെയ്തു പോയ എനിക്ക് ആ ഉമ്മയുടെ കടമ പാലിച്ചവനാകാൻ കഴിയുമോ തങ്ങളെ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ലടാ, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല. നീ ആ ഉമ്മയുടെ കടമ പാലിച്ചവനല്ല, നീ ആ ഉമ്മയുടെ മര്യാദ പാലിച്ചവനല്ല. ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, തങ്ങളെ, നിങ്ങൾ എന്തായി മറുപടി പറയുന്നത് തങ്ങളെ? എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടെന്തറിയോ? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നിലത്ത് കിടത്താറ് എന്റെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കണമോ? എന്റെ പൊന്നാര ഉമ്മയെ മടിയിൽ കിടത്തിയിട്ട് ഞാൻ ഉറക്കണമോ? എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയോ മോനെ? ഈ പ്രായത്തിൽ നീ ഉമ്മയെ നോക്കുന്ന കണക്ക് പറയുമ്പോ, നീ ഉമ്മയെ നോക്കുമ്പോ നിന്റെ മനസ്സിന്റെ അകത്തൊരു ചിന്തയുണ്ട്. കൂടിപ്പോയാൽ 6 മാസം, കൂടിപ്പോയാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അതിനകത്തേക്ക് നിന്റെ ഉമ്മ ഉണ്ടാവൂല എന്ന് നിനക്കറിയാം. സുഖമില്ലാതെ തുപ്പുമ്പോ രക്തമൊക്കെ പുറത്തു വന്ന് കിടക്കുന്ന നിന്റെ ഈ പ്രിയപ്പെട്ട ഉമ്മയെ എത്ര പണം ചെലവഴിച്ചാലും, എന്റെ ബാങ്കിൽ നിന്ന് എത്ര കാശ് പിൻവലിച്ചാലും, മോനെ, കൂടിയാൽ 6 മാസം ഇല്ലെങ്കിൽ 1 വർഷം, അതിന്റെ അകത്ത് നിന്റെ ഉമ്മ മരിക്കുമെന്ന് നിനക്കറിയാം. അതുകൊണ്ടാണ് നീ നിന്റെ ഉമ്മയെ ഇത്രമേൽ സ്നേഹിച്ചു വളർത്തുന്നത്. പക്ഷേ നിന്റെ ഉമ്മ നിന്റെ മലം കോരിയപ്പോഴോ, നിന്റെ ഉമ്മ നിന്നെ കുളിപ്പിച്ചപ്പോഴോ, നിന്റെ ഉമ്മ നിനക്ക് പാട്ടുപാടിയപ്പോഴോ ഒരിക്കലും നീ മരിക്കല്ല റബ്ബേ എന്നാണ് ആ പൊന്നാര ഉമ്മ ദുആ ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ടിൽ കിടന്നുകൊണ്ട് നീ കുറെ അധിക നേരം ഉറങ്ങുമ്പോ വേദനയോടെ ഓടി വന്നിട്ട് തൊട്ടിലിങ്ങനെ ആട്ടുതൊട്ടിലിങ്ങനെ കുലുക്കിയിട്ട് പൊന്നുമോന് അനക്കമുണ്ടോ എന്ന് നോക്കുന്ന ഉമ്മ. രാത്രി മുലപ്പാല് വാക്യകത്ത് വെച്ചുകൊണ്ട് കിടക്കാൻ ഉമ്മച്ചിക്ക് പേടിയാണ്. പൊന്നുമോന് ഒരു തുള്ളി എങ്ങാനും തലമണ്ടയിലേക്ക് കയറിയിട്ട് മരിച്ചുപോയാലോ എന്ന ഭയമാണ്.
അങ്ങനെ കുളിപ്പിക്കുമ്പോ ശ്രദ്ധിക്കുകയാണ്. കുളിപ്പിച്ചിട്ട് കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ ഉമ്മ, അല്ലാഹുവേ നിങ്ങളുടെ ചെവിയിൽ ഊതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുമക്കളെ പൊക്കിളിൽ ഇങ്ങനെ ഊതിക്കൊടുക്കുന്നു, ചെവിയിൽ ഇങ്ങനെ ഊതിക്കൊടുക്കുന്നു. നിന്റെ മൂക്കിനകത്തേക്ക് പാല് കടന്നിട്ട് മൂക്കിൽ ഇങ്ങനെ വല്ലാത്ത അടവ് വന്നാൽ ഉമ്മയുടെ വായ കൊണ്ട് നിന്റെ മൂക്ക് ഉമ്മയുടെ വായ്ക്കകത്താക്കിയിട്ട് ഉള്ളിലേക്ക് നിന്റെ മൂക്കിനകത്തുള്ള നികിഷ്ടതകൾ മുഴുവനും വലിച്ചെടുക്കാ യാതൊരു മടിയുമില്ലാത്ത നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ വളരാൻ വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്ത ഉമ്മ, നീ ഉയരാൻ വേണ്ടിയിട്ട് സേവനം ചെയ്ത ഉമ്മ, എല്ലാം നിന്റെ ജീവിതത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി മാറ്റിവെച്ച ഉമ്മ. പക്ഷേ നീ ഇന്ന് തിരിച്ചു പറയുന്ന സ്നേഹമുണ്ടല്ലോ, അതൊരു 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് ഉമ്മ മരിക്കുമല്ലോ എന്ന ചിന്ത നിന്റെ ഉള്ളിലില്ലേ? സന്ധ്യയിൽ വന്ന പ്രിയപ്പെട്ട പ്രായാധിക്യത്തിന്റെ പടുകുടിയിൽ വീണ ഉമ്മമാരുടെ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഉണ്ടോ മക്കളെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് എന്റെ പൊന്നാര ഉമ്മയെങ്ങും മരിച്ചു പോകുമെന്ന ചിന്ത നിനക്കുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമില്ലേ? ഞാനെങ്ങനെ നോക്കലുണ്ട്, കുഞ്ഞുമക്കളെ കുളിപ്പിക്കുമ്പോ കാലിങ്ങനെ ഇങ്ങനെ മടക്കൂലേ? ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുമക്കളെ കുളിപ്പിക്കുന്നവര്? ഉണ്ടോ? എന്താ നിങ്ങൾ മിണ്ടായിരിക്കണം? ഉണ്ടോ? കുഞ്ഞു കുട്ടികളെ, കുഞ്ഞു വാവകളെ കുളിപ്പിക്കുമ്പോ ഉമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കും, കാലിങ്ങനെ വെക്കും, എന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പൊക്കിളിൽ ഇങ്ങനെ. നമ്മുടെ അവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് കേട്ടോ, കേരളത്തിലുണ്ട്. ഇവിടെ പിന്നെ ഊതൽ കുറവായതുകൊണ്ടായിരിക്കും. ഇവിടെ ഊതൽ കുറവാ, വലിക്കലല്ലേ കൂടുതൽ, അതുകൊണ്ടാണ്. വലിച്ചു വലിപ്പിക്കാതിരുന്നാൽ മതി. അപ്പോ അങ്ങനെ ചെയ്യലുണ്ട് ഉമ്മമാര് കുഞ്ഞുമക്കളെ സ്നേഹത്തോടു കൂടിയാണ്. പിന്നെ ഉറങ്ങുമ്പോ ശ്വാസതടസ്സം നേരിടുമോ, എന്തെങ്കിലും സംഭവിക്കുമോ ഒക്കെ പേടിയാണ്, ടെൻഷനാണ്, ഒരു സമാധാനം ഉണ്ടാവില്ല. കുഞ്ഞിനെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് വന്നാൽ ഒരു സമാധാനം അവർക്കുണ്ടാവൂല. അപ്പൊ അതിങ്ങനെ വളരണം, ഉയരണം, ആഫിയത്ത് വേണം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് അവര് കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ചികിത്സിക്കുന്നതും കുത്തുന്നതും കൊഞ്ചുന്നതും കുഴയുന്നതും താരാട്ടുന്നതും താലോലിക്കുന്നതുമെല്ലാം. പക്ഷെ നമ്മളങ്ങനല്ല. ഉമ്മാക്ക് ഭക്ഷണം അങ്ങനെ വാരി കൊടുക്കും. അനിയൻ പറയും, ഇക്ക 6 മാസം കൂടി പോയ മക്കള് കമ്മിറ്റി കൂടും. ഉമ്മാക്ക് ഇപ്പോഴത്തന്നെ പ്രായം ഒരുപാടായി, കൂടിപ്പോയ 1 വർഷം. അതുകൊണ്ട് 2 മാസം എന്റെ വീട്ടില്, 2 മാസം അനിയത്തിയുടെ വീട്ടില്, 2 മാസം മൂത്ത ഇക്കാടെ വീട്ടില്. അങ്ങനെ ഉമ്മായെ കഷണമായി വീതിച്ചു കൊടുക്കും. അത് തന്നെ വലിയ പ്രയാസപ്പെട്ടാണ്. മരുമോള് സമ്മതിക്കൂല. ഭാര്യ അടുത്ത് നിന്നിട്ട് 2 മാസം 1 മാസം ഭാര്യ അടുത്ത് നിന്ന് 2 തട്ട് കൊടുത്തിട്ട് പറയും, 2 മാസം ഇനി ഭൂതനെ സഹിക്കണ്ടേ, 1 മാസം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറയും. അത് കേട്ടിട്ട് നമ്മളിങ്ങനെ ശരി മാഡം, ഹലോ മാഡം, ശരി. ഭയങ്കര ഭാര്യ സ്നേഹി. ഉമ്മയുടെ വിഷയത്തിൽ നിങ്ങൾ 1-ാം സ്ഥാനം കൊടുത്തേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മദീനയുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്നിട്ട് അലറി വിളിക്കുന്ന ഒരു ചരിത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, നിങ്ങൾ വെറുതെ ഉമ്മയെ സ്നേഹിക്കണ്ട. ഈ ചരിത്രം നിങ്ങൾക്കത് പറഞ്ഞു തരും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിങ്ങൾ വെറുതെ ഉമ്മയെ സ്നേഹിക്കണ്ട, നിങ്ങൾ വെറുതെ ഉമ്മയെ പ്രിയം വെക്കണ്ട. നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തിന് കണക്കില്ല. നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുമ്പോ നിങ്ങളുടെ പാപങ്ങൾ പോലും അല്ലാഹു പുറത്തു തരുമത്രേ. നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുന്ന മോനാണെങ്കിൽ നിന്റെ ദുആഇന് അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരമുണ്ട് മോനെ. ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഉസ്താദുമാര് അവര് സദസ്സിലിരുന്നു കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വലിയ ഖബൂലിയത്താണ്. ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന സയ്യിദന്മാര്, ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന സാധാരണക്കാര്, ഉമ്മയെ ഒരുപാട് കൊണ്ട് നടക്കുന്ന മനസ്സിൽ പ്രിയം വെക്കുന്ന പ്രിയപ്പെട്ട മക്കള് നെഞ്ചുപൊട്ടിയിട്ട് ദുആ ചെയ്താൽ ആ ഉമ്മയെ സ്നേഹിച്ചതിന്റെ ഖിദ്മത്ത് കൊണ്ട് അല്ലാഹു അവന്റെ ദുആ പോലും സ്വീകരിക്കുമത്രേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം ഞാൻ നോക്കുമ്പോ
മദീനത്ത് അള്ളാന്റെ ഹബീബിന്റെ മസ്ജിദ് നബവിയുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്നിട്ട് അലറി വിളിക്കുകയാ, യാ റസൂലല്ലാഹ്, എനിക്കൊരു വാതിൽ തുറന്നു തരണേ നബിയേ, എനിക്കൊരു പരിഹാരം തരണേ നബിയേ, എന്റെ വേദനകൾക്ക് പരിഹാരം തരണേ നബിയേ, എന്റെ മനസ്സിന്റെ ആശങ്കകൾക്ക് പരിഹാരം തരണേ നബിയേ. രണ്ട് കൈയും നീട്ടിയിട്ട് മദീനയുടെ മുമ്പിൽ വന്ന് വിളിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പെണ്ണേ, നിനക്കെന്തേ സംഭവിച്ചു പോയത് പെണ്ണേ? മദീനയുടെ മസ്ജിദ് നബവിയുടെ മുമ്പിലെ മണ്ണ് വാരി തലയിലിട്ടിട്ട് പറയുന്നു, റബ്ബേ, ആയിഷ ബീവിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി ആയിഷ, ഞാൻ ചെയ്യാത്ത അപരാധങ്ങളില്ല ആയിഷ, ഞാൻ ചെയ്യാത്ത അപവാദങ്ങളില്ല ആയിഷ. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാവുകയാണ്, ഇപ്പൊ എനിക്ക് പ്രയാസമാവുകയാണ്. അതങ്ങനെ തന്നെയാണ്. രക്തത്തിളപ്പിൽ പലതും ഇങ്ങനെ ഷെയർ ചെയ്യും, പലതും ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കും, പലരെ കുറിച്ചും പലതും പറയും. കുറെ കഴിഞ്ഞ് വല്ല ക്യാൻസർ ആണെന്നറിയുമ്പോ, കിഡ്നി തകരാറാണെന്നറിയുമ്പോ, മക്കൾക്ക് വിഷമമാണെന്നറിയുമ്പോ പെട്ടെന്ന് പേടിയായിട്ട് ഇനി എനിക്ക് ഭയമാണ്. ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, പിന്നെ അവരോടൊക്കെ ഇരന്ന് നടന്ന് പൊരുത്തം ചോദിക്കാൻ നടക്കുന്നത് കാണാ. അതുകൊണ്ട് സംബീല സഹോദരങ്ങളോട് പറയുകയാണ്, പെട്ടെന്നൊരു ദിവസം പ്രഭാതത്തിൽ എന്തെങ്കിലും അങ്ങോട്ട് തോന്നുമ്പോ ഉമ്മയോട്, ഉപ്പയോട്, ഉസ്താദുമാരോട്, പള്ളി ഖത്തീബിനോട്, സംഘാടകരോട് അവരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം ശരിയല്ല. മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഈ സ്ത്രീ പറയുന്നു, ആയിഷ, ഒരുപാട് തെറ്റ് ചെയ്തു പോയി ആയിഷ, എന്റെ പാപങ്ങളല്ല എനിക്ക് എന്റെ മുത്തുനബിയോട് ഒന്ന് മനസ്സു തുറന്ന് പറയണം ആയിഷ, എന്റെ മനസ്സിന്റെ വിഷമങ്ങൾ പറയണം ആയിഷ, എന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ ഇറക്കി വെക്കണം ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമയം കഴിഞ്ഞു പോയല്ലോ, സമയം കഴിഞ്ഞു പോയല്ലോ. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പെണ്ണേ, നിങ്ങൾ വരാനുള്ള സമയം വൈകിപ്പോയി പെണ്ണേ, മുത്തറസൂല് വഫാത്തായി പോയി പെണ്ണേ. മദീന മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദീനയുടെ ഈന്തമരങ്ങൾ പോലും വാടി കുല കുനിഞ്ഞിരിക്കുകയാണ്. ഒരിളം തന്നെ അടിച്ചിട്ട് എത്ര കാലമായെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് വഫാത്തായെന്നറിഞ്ഞപ്പോ ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന പെണ്ണ് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ, എനിക്ക് പരിഹാരം പറഞ്ഞു തരാൻ ഇനി ആരാണ് ആയിഷ ബീവിയെ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, സിഹർ ഉൾപ്പെടെയുള്ള പാതകങ്ങൾ ചെയ്തു പോയി ആയിഷ. അതുകൊണ്ട് എനിക്ക് പരിഹാരം ഇനി ആരാണ് പറഞ്ഞു തരിക? സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് കരയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നീല അർഹമുഹാ. ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മദീനയുടെ മുറ്റത്ത് വന്ന് മണ്ണ് വാരി തലയിലിട്ട് നിലവിളിക്കുന്ന പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അവർക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. പാപത്തിന്റെ കയത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ച് നിലവിളിക്കുന്ന, പൊട്ടിക്കരയുന്ന, വിതുമ്പുന്ന ഒരു പ്രാന്തിയെ പോലെ അലറി വിളിക്കുന്ന റൗള ശരീഫ് കാണിച്ചു കൊടുത്തപ്പോ രണ്ട് കൈകൊണ്ട് ആവർത്തിച്ച് മാറത്തടിച്ച് നിലവിളിച്ച പെണ്ണിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പെണ്ണേ, ഇനി പരിഹാരമുള്ളത് സ്വഹാബികളാണ്. ആ സ്വഹാബികളിൽപ്പെട്ടവരോട് നിങ്ങളുടെ സങ്കടം പോയി പറയുമ്പോ അവര് നിങ്ങൾക്ക് പരിഹാരം തരുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അവരുടനെ ഓടിച്ചെല്ലുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. വാടിക്കരിഞ്ഞുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നു പോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയാ പിന്നെ അബൂബക്കർ ഉണ്ടോ?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന്റെ രോഗം എന്തെന്നറിയോ? ഒരേ ഒരു കാരണമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് വിട പറഞ്ഞതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് മുത്തുനബിയുടെ വഫാത്താണ്. അള്ളാന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞിട്ട് പിന്നെ സമാധാനം കിട്ടിയിട്ടില്ല. അള്ളാന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞിട്ട് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷത്തോടെ ഒരു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സമാധാനത്തോടെ ഒരിറക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല. ഈ പെണ്ണ് വന്ന് പൊട്ടിക്കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്ന് അവശനായി വിവശനായി കസേരയിലിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് പരിഹാരം പറഞ്ഞു തരാൻ അള്ളാന്റെ റസൂലില്ല. എന്റെ വിഷമം കേട്ടുകൊണ്ട് പരിഹാരം പറഞ്ഞു തരാൻ മുത്തുനബിയില്ല. അതുകൊണ്ട് തങ്ങളെ, എനിക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്യേണ്ടി വന്നു പോയിട്ടുണ്ട് തങ്ങളെ. സിഹ്ർ പോലും ഞാൻ ചെയ്തു പോയിട്ടുണ്ട് തങ്ങളെ. അതുകൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗകാന അബവാക്കി ഹയ്യാ ഔ അഹദുഹുമാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ, നിന്റെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിക്കുന്നെങ്കിൽ, ഔ അഹദുഹുമാ, അല്ലെങ്കിൽ ഉമ്മ മാത്രം അല്ലെങ്കിൽ ഉപ്പ മാത്രം ജീവിച്ചിരിക്കുന്നെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ, വേണ്ടുവോളം ഖിദ്മത്ത് ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്തോ. ഉമ്മാക്ക് വെള്ളം കൊടുത്തിട്ട്, ഉമ്മാടെ വസ്ത്രമലക്കി കൊടുത്തിട്ട്, ഉമ്മാടെ കാല് തടവി കൊടുത്തിട്ട്, ഉമ്മായെ സ്നേഹിച്ചിട്ട്, ഉമ്മാടെ പൊരുത്തം വാങ്ങിയിട്ട് ആ ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ട് നീ കരഞ്ഞു ദുആ ചെയ്താ നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹു തയ്യാറാണ് പെണ്ണേ. നീ അങ്ങനെ സേവനം ചെയ്താ ആ സേവനത്തിന് പകരം നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സന്ധിയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ ചെയ്യണ്ട, നിങ്ങൾ വെറുതെ ചെയ്യണ്ട. ഉമ്മാക്ക് നിങ്ങൾ സേവനം ചെയ്താൽ, ഉമ്മാക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്താൽ, ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് പകരം, ഉമ്മാടെ സ്നേഹത്തിന് പകരം അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം തരുന്നതാണ്. ആരംഭ റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾക്ക് ആയുസ് കൂട്ടിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? സന്ധ്യയിലെ ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് കണ്ടില്ലേ? നിന്റെ കൂട്ടുകാരന് ക്യാൻസർ വന്നത് കണ്ടില്ലേ? നിന്റെ കൂട്ടുകാരന്റെ കിഡ്നി നഷ്ടപ്പെട്ടു പോയത് കണ്ടില്ലേ? നിന്റെ കൂട്ടുകാരന് മാരക രോഗം വന്ന് ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്ന് മരണപ്പെട്ടു പോയത് കണ്ടില്ലേ? സന്ധ്യയിലെ പ്രിയപ്പെട്ട മക്കളെ, അത്തരം ഒരു അപകടങ്ങളും രോഗവും വരാതെ ആഫിയത്തോടെ കുറെ കാലം നിനക്ക് ജീവിച്ചിരിക്കണമെന്ന മോഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചതാണ്, സ്വഹാബാ, ആഫിയത്തോടെ ദീർഘനാള് ജീവിക്കണമെന്ന കൊതിയുണ്ടോ? ആരോഗ്യത്തോടെ കുറെ കാലം ജീവിക്കണമെന്ന മോഹമുണ്ടോ? മുത്തുനബി പറയുന്നു, സ്വഹാബാ, വയുൻസലഹു ഫി അസരിഹി, ആയുസ് കൂട്ടിക്കിട്ടുന്നത് മാത്രമല്ല, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിനക്ക് ബറക്കത്ത് വേണമോ? നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിനക്ക് ബറക്കത്ത് വേണമോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് ഐശ്വര്യം വേണമോ? നിനക്ക് അല്ലാഹു അഭിവൃദ്ധി തരണമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഉമ്മയെ നീ സ്നേഹിച്ചാ മതി എന്നാണ്. ഉമ്മാന്റെ കൂടെ നടന്നാ മതി, ഉമ്മാടെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്താ മതി, ഉമ്മാടെ സ്നേഹം പൂർത്തിയാക്കി കൊടുത്താ മതി, ഉമ്മ കരയാതെ നോക്കിയാ മതിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പൊന്നുമോനെ, എന്തൊക്കെ സമ്മാനങ്ങളാണ് അല്ലാഹു ആകാശ ലോകത്തുനിന്ന് നിനക്കിറക്കി തരുന്നത്. ഉമ്മയെ കണ്ട് കാർക്കിച്ചു തുപ്പുമ്പോ, ഉമ്മയുടെ മുമ്പിലൂടെ കാല് കയറ്റി ഇരിക്കുന്നോ,
ഉമ്മയെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ ഉമ്മ നിന്നോട് പൈസ തികഞ്ഞില്ല മോനെ, ഒരു 2000 കൂടി എനിക്ക് വേണമെന്ന് പറയുമ്പോ ഞാൻ പണം കായ്ക്കുന്ന മരമല്ല കിളവി എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട ഉമ്മയെ ചവിട്ടിത്തേക്കുന്ന പ്രിയപ്പെട്ട സന്ധ്യയിലെ ചെറുപ്പക്കാരാ, നീ ഉമ്മയോടൊന്ന് നല്ലതുപോലെ സംസാരിച്ചാൽ ആകാശലോകത്തിന്റെ കവാടം നിനക്ക് തുറക്കുന്ന മോനെ, റഹ്മത്തിന്റെ കവാടം നിനക്ക് തുറക്കുന്നു മോനെ. ആ ഉമ്മയുടെ അരികത്ത് നീ ഒന്ന് പോയിരുന്നിട്ട് സന്തോഷിച്ചാൽ, ഉമ്മയുടെ തലയിലൊന്ന് തൊട്ടാൽ, ഉമ്മയുടെ കയ്യിലൊന്ന് തൊട്ടാൽ, ഉമ്മയുടെ കാലിലൊന്ന് തൊട്ടാൽ, ഉമ്മയോട് കരയല്ലേ എന്ന് പറഞ്ഞാൽ, നിന്റെ വീടിന്റെ ഉമ്മറപ്പ് ചെന്നിട്ട് ഉമ്മ എന്ന് സ്നേഹത്തോടെ ഒന്ന് നീട്ടി വിളിച്ചാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് സന്ധ്യയിലെ ചെറുപ്പക്കാരാ നിന്നെ തലോടാൻ കൊതിക്കുമെന്ന് ആയിരക്കണക്കിന് ഹദീസുകളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമറേ, ഒരു മനുഷ്യനെ നീ എന്റെ കാലത്തിന് ശേഷം കാണും ഉമറേ, എന്റെ വഫാത്തിന് ശേഷം നീ ഒരു മനുഷ്യനെ കാണും ഉമറേ, അന്ന് ആ മനുഷ്യനോട് നീ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ ഉമറേ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും കൊടുക്കും ഉമറേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും കൊടുക്കും ഉമറേ. ആ മനുഷ്യൻ പടച്ചവനോട് കൈനീട്ടിയാൽ, ഏത് സമയത്ത് കൈനീട്ടിയാലും അല്ലാഹു ഖബൂലാക്കും ഉമറേ. അതുകൊണ്ട് ആ മനുഷ്യനെ നീ കണ്ടാൽ ആ മനുഷ്യനോട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണമെന്ന് പറയുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാം നബിയേ, പക്ഷേ ആ മനുഷ്യന്റെ ദുആ ഇത്രമേൽ സ്വീകരിക്കപ്പെടാനുള്ള കാരണം എന്താണ് നബിയേ? ആ മനുഷ്യന്റെ പ്രാർത്ഥന എപ്പോഴും ചെയ്താലും അല്ലാഹു കബൂലാക്കുന്നതിന് ഒരു കാരണമുണ്ടല്ലോ നബിയേ. ആ കാരണം എന്താണ് റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമ്മയോടുള്ള സ്നേഹമാണ്. അതാരാണ് നബിയേ? യമൻകാരനായ, യമനിലെ കർണി നാട്ടുകാരനായ മഹാനായ ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു ആണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാണ്. ഉവൈസ് ബിൻ ആമിറുൽ കർണി എപ്പോ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഉമ്മായെ സ്നേഹിച്ചത് കൊണ്ടാണ്, ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്തത് കൊണ്ടാണ്, ഉമ്മാക്ക് സേവനം ചെയ്തത് കൊണ്ടാണ്, ആ ഉമ്മയെ പരിലാളിച്ചത് കൊണ്ടാണ്. താരാട്ട് പാട്ടോളം മധുരമുള്ള ഒരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ അതിനോളം സുഖമുള്ള നാമമിന്നില്ല. താരാട്ട് പാട്ടോളം മധുരമുള്ള ഒരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ അതിനോളം തുല്യമുള്ള ഒരു നാമമില്ല. ഉമ്മയുടെ പാട്ടിനോളം തുല്യമായ പാട്ടുണ്ടോ? ഉമ്മയുടെ പാട്ടിനോളം സമാനമായ ഒരു പാട്ട് ലോകത്താരെങ്കിലും നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ടോ? ഉമ്മ ഇങ്ങനെ തൊട്ടിൽ ഇങ്ങനെ കൈവച്ച് ലാ ഇലാഹ എന്ന് പാടുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ പാടുന്നുണ്ട്, എൻ കണ്ണേ നീ കരയാതെ ഉറങ്ങാരിരീരാരോ എന്നാരോ അങ്ങനൊരു പാട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതിപ്പോഴും എന്റെ ഉമ്മ പാടിയാൽ ഉറക്കം വരും, അത്രയ്ക്ക് രസത്തിൽ ഉമ്മ പാടും. പിന്നെ അതുപോലെ മറ്റൊരു പാട്ടുണ്ട്, ആശാ തന്നാരംഭ പൂമോനെ എന്റെ ആറ്റിലെ താമര നീമോനെ. നല്ല രസാണ് അതിങ്ങനെ പാടിയിട്ട് ഉമ്മ ഇങ്ങനെ അടുക്കളയിൽ നോക്കും,
കോഴിയെ നോക്കും, ആടിനെ നോക്കും, അതിന്റെ കൂട്ടത്തിൽ എല്ലാ ജോലിയും ചെയ്യും. ഉമ്മ ഇങ്ങനെ താരാട്ട് പാടുകയും ചെയ്യും. അതിനോളം മധുരമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലേ? ഉമ്മയെ ചോദിച്ചു പൊന്നും മോള് കരയല്ലേ, നിന്റെ ഉപ്പയുടെ കൽബിനുള്ളിൽ തീ പടർത്തിയിടല്ലേ. ഉമ്മ മരണപ്പെട്ടു പോയ കുഞ്ഞിനോട് ഉപ്പ പറയാണ്, ഉപ്പയില്ലേ ഉമ്മ എന്തിന് എന്റെ പൊന്നും മോൾക്ക് കളിക്കോപ്പ് വാങ്ങി കൂട്ടിവെച്ചതൊക്കെയും ഇന്നാർക്ക്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ. പടച്ചവനെ, ഞങ്ങളുടെ വീട്ടിലെ ചിത്രശലഭങ്ങളായ കുഞ്ഞുമക്കളുടെ ഉമ്മ, അതായത് ഞങ്ങളുടെ ഭാര്യ, നീ പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ. ഉമ്മാക്ക് പകരം ഞങ്ങൾ ആരെ കൊണ്ടുവന്ന് കാണിക്കും റബ്ബേ? ഉമ്മാക്ക് പകരം ഞങ്ങൾ ആരെ കൊണ്ടുവന്ന് കാണിക്കും റബ്ബേ? വടകരയിലെ ബഹുമാനനായ അമീദ് ഹാജിയുടെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. സീനത്ത് ബീവി എന്ന ഭാര്യ. അല്ലാഹുവേ, അദ്ദേഹം ഫലസ്തീനില്, ഞങ്ങൾ ഫലസ്തീനിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്നിരുന്നു. ആ പ്രിയപ്പെട്ട സഹധർമ്മിണി രോഗം ബാധിച്ച് കുറെ കാലം ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് വിട പറഞ്ഞു പോയി. ആ ഖബർ സിയാറത്തിന് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് വടകരയിൽ പ്രഭാഷണത്തിന് ചെന്നപ്പോ, സ്നേഹബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളത്? ഈ സംബീൽ നിസാറിനോടുള്ള, അല്ലെങ്കിൽ സംബീൽ ഉസ്മാനാജിയോടുള്ള നമ്മുടെയൊക്കെ സ്നേഹം എന്താണ്? ഞാൻ മരണപ്പെടുമ്പോ അവരുടെ ഒരു ദുആ, അവര് മരണപ്പെടുമ്പോ നമ്മുടെ ഒരു ദുആ, അവര് മരണപ്പെട്ട ഖബറും ദരികിലേക്കൊന്ന് ചെന്നിട്ടൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്നേഹബന്ധത്തിന്റെ ആഴമല്ലേ? നമ്മളൊക്കെ മരണപ്പെടുമ്പോ ഖബറിന്റെ അടുത്ത് വലിയ വലിയ മഹത്തുക്കളൊക്കെ വന്ന്, ഉസ്താദുമാരൊക്കെ മുതഅല്ലിമീങ്ങളൊക്കെ വന്ന് ദുആ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ തൗഫീഖല്ലേ? വടകരയിലെ പ്രിയപ്പെട്ട ആബീദ് ഹാജിയുടെ, അമീദ് സാഹിബിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ, കടമേരി മസ്ജിദിൽ അടക്കിയിരിക്കുന്ന ഭാര്യയുടെ ഖബർസ്ഥാനിൽ ഞാൻ ചെന്ന് ദുആ ചെയ്യുമ്പോ, ആ പ്രിയപ്പെട്ട ദുആയിന് ആമീൻ പറയാൻ വേണ്ടിയിട്ടതിന്റെ പുറകില് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞാനിങ്ങനെ ദുആ തുടങ്ങുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് യാസീനോദി ദുആ തുടങ്ങി മലയാളത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ തേങ്ങിക്കരഞ്ഞത് ഭർത്താവല്ല, ഭർത്താവ് കരഞ്ഞു, സങ്കടം വന്നു. പക്ഷേ വിതുമ്പി വിതുമ്പി പൊട്ടിക്കരഞ്ഞു പോയത് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മകനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോ അദ്ദേഹം എന്നോട് പറയുന്നു, ഉസ്താദേ, എന്റെ മകൻ കരഞ്ഞതെന്തെന്നറിയോ? അവനാണ് ഉമ്മയെ ബാത്റൂമിൽ കൊണ്ടുപോയിരുന്നത്, അവനാണ് ഉമ്മയെ ശുശ്രൂഷിച്ചിരുന്നത്, അവനാണ് ഉമ്മാക്ക് മരുന്ന് കൊടുത്തിരുന്നത്, അവനാണ് ഉമ്മാക്ക് ഗുളിക കൊടുത്തിരുന്നത്. റബ്ബേ, അത് ഓർത്തിട്ടവൻ വിതുമ്പിപ്പോയതാണ്. സാധുവായ ചെറുപ്പക്കാരനാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയെ മനസ്സിന്റെ അകത്തിരുന്ന് മാറ്റാൻ കഴിയാതെ പ്രതിഷ്ഠിച്ചു പോയിരിക്കുന്നു. അല്ലാഹുവേ, ആ ഉമ്മാടെ പൊരുത്തമാ പൊന്നുമോന് കൊടുക്കണേ റബ്ബേ. ഉമ്മയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു പോയല്ലോ. ഉമ്മയില്ലാത്ത വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ സഭയിൽ വന്ന പ്രിയപ്പെട്ടവരെ, ഉമ്മയില്ലാത്ത വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മയുടെ അടുക്കള ശൂന്യമായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഉമ്മ കിടക്കുന്ന കട്ടില് കാണുമ്പോ പ്രിയപ്പെട്ട സ്നേഹമുള്ള മക്കളുടെ ഹൃദയം പൊട്ടി ഉരുകുന്നത് നിങ്ങൾക്ക് കാണാം. ഉമ്മ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് കാണുമല്ലോ നമ്മുടെ വീട്ടില്. എനിക്കറിയാം, എന്റെ ഉമ്മയുടെ അരികിൽ ഞാൻ ചെല്ലുമ്പോ ഉമ്മാക്ക് ഓരോന്നും പ്രത്യേകം പ്രത്യേകം പാത്രങ്ങളാണ്. ചോറ് കഴിക്കുന്ന പാത്രമുണ്ട്, നാസ്ത കഴിക്കുന്ന പാത്രമുണ്ട്, ചായ കുടിക്കുന്ന കപ്പുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച്, അതൊക്കെ കാണുമ്പോ തന്നെ ഉമ്മ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അതൊക്കെ തൊടാൻ ഉമ്മ ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് സഭയിലെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മ നിസ്കരിക്കുന്ന മുസല്ല എങ്ങനെ കിടക്കുമ്പോ, ഉമ്മ ഇരിക്കുന്ന കസേര എങ്ങനെ കിടക്കുമ്പോ, ഉമ്മ ഇരിക്കുന്ന, ഉമ്മ നിൽക്കുന്ന അടുക്കള എങ്ങനെ ശൂന്യമായി ശാന്തമായി കിടക്കുമ്പോ, നെഞ്ചുപൊട്ടി പോകുന്ന ഒരു രംഗത്തെ കുറിച്ച് എന്റെ സന്ധ്യയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് ഓർത്തു നോക്കുക. അല്ലാഹുവേ,
ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാടെ പൊരുത്തം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ ഉമ്മയെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ, ആ ഉമ്മയെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ. എത്ര പ്രായാധിക്യത്തിൽ വന്നാലും ഞങ്ങൾക്ക് നോക്കാനുള്ള തൗഫീക്ക് തരണേ റബ്ബേ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എത്രയോ ഉമ്മമാര് കത്തുകൾ അയച്ചിട്ടുണ്ടെന്നറിയോ? ഈ വിനീതൻ പ്രോഗ്രാം നടത്തുന്ന ജയ്ഹിന്ദ് ചാനലുണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9:30 മണിയാകുമ്പോ ഈ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു ഖുർആനിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ. ആ ചാനലിലേക്ക് കത്തുകൾ അയക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, എന്റെ സ്നേഹസാഗരം എന്ന് പറയുന്ന ആരും നോക്കാനില്ലാത്ത ആതുരാലയത്തില് പാവങ്ങളായ ഉമ്മമാരുടെ കഥ കേട്ടാൽ തന്നെ ഒരു 100 കൊല്ലം ഉമ്മക്ക് വേണ്ടി പ്രസംഗിക്കാനുണ്ട്. ചാനലിലേക്ക് കത്തുകൾ എഴുതുമ്പോ ചില ഉമ്മമാരിങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ എഴുതിയേക്കലുണ്ട്. ഉസ്താദേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോൻ എന്നെ ഉമ്മിച്ചാന്നല്ലാതെ വിളിക്കൂല, ഉമ്മച്ചാന്നല്ലാതെ വിളിക്കൂല. കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ ഉമ്മിച്ചയുടെ ചാമാറിയിട്ട് പിന്നെ ഉമ്മ മാത്രമായി, പിന്നെ ഉമ്മ മാത്രമായി. വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന മകന്റെ വിളി പിന്നെ കുറവായി. ഉസ്താദേ, ഇന്നവനും ഭാര്യയും ഗൾഫിലേക്ക് പോയി. ഒരു യാത്ര പോലെ ഉമ്മ ഞാനൊന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞില്ല. പണ്ടങ്ങനായിരുന്നില്ല. ആദ്യമായിട്ട് എന്റെ തങ്കക്കുടം മണലാരുണ്യത്തിൽ കട്ടപ്പെടാൻ പോയപ്പോ എന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ദുആ ചെയ്യണം, അറബിയുടെ സ്വഭാവം നല്ലതാകണം, നല്ല സാലറി വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് പോയ മോനാണ്. ഇന്നവൻ ഫാമിലിയുമായി ദുബായിൽ ഇങ്ങനെ ഫെസ്റ്റിവലിൽ കാണാൻ കറങ്ങി നടക്കുമ്പോ ബുർജ് ഖലീഫ സ്വപ്നം കാണുന്ന സുന്ദരിയെ സ്വപ്നത്തിന്റെ ചിറകുകൾ വെച്ചിട്ട് ദുബായിയുടെ തെരുവോരത്തിലൂടെ പറക്കാൻ അനുവദിക്കുമ്പോ ഈ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുപോകണ്ട ഉസ്താദേ, എനിക്ക് മോഹമില്ല ഉസ്താദേ, എനിക്കിനി നല്ലപോലെ മരിച്ചാ മതി ഉസ്താദേ, എനിക്ക് ദുബായ് കാണണ്ട, എനിക്ക് ഷോപ്പിംഗ് മോളിൽ പോകണ്ട, എനിക്ക് ബുർജ് ഖലീഫയിൽ കയറണ്ട, എന്നെ താജ്മഹൽ കാണാൻ കൊണ്ടുപോകണ്ട, എന്റെ പൊന്നുമോന്റെ കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ എന്നെ കൊണ്ടുപോകണ്ട, ഒരു സ്ഥലത്തും എന്നെ കൊണ്ടുപോകണ്ട. പക്ഷേ അവൻ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയും അവന്റെ ഭാര്യയും കൊണ്ട് ദുബായിലേക്ക് പോകുമ്പോ ഒരു വാക്കെന്നോട് പറയാമായിരുന്നു, ഉമ്മ ഞങ്ങൾ പോയി വരട്ടെ എന്ന് പറയാമായിരുന്നു. ഞാൻ കാത്തിരുന്നു ഉസ്താദേ, ഒരു വാക്കെന്നോട് പറയാതെ എന്റെ മുഖത്ത് നോക്കാതെ പോയി. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോന് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമ്മമാര് ഒരു ഉമ്മയല്ല, സന്ധ്യയിലെ ചെറുപ്പക്കാരാ, ഒരു ഉമ്മയല്ല പൊന്നുമോനെ, അങ്ങനെ 100 കണക്കിന് ഉമ്മമാരുണ്ട് മോനെ, 100 കണക്കിന് ഉമ്മമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളി പോലും അവര് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മ എന്ന വിളി, ആ മധുരമുള്ള വാക്കിന് പകരം പിന്നെ നമുക്ക് എന്താണ് ഉള്ളത്? കർണാടക ഇവിടെ നിങ്ങൾ ഉമ്മ എന്നല്ലേ വിളിക്കുക അല്ലേ? അങ്ങനെ മാറ്റമുണ്ടോ അല്ലേ? അല്ലെങ്കിൽ ഉമ്മിച്ച, അല്ലെങ്കിൽ ഉമ്മ, അങ്ങനല്ലേ ഉമ്മ എന്നാണ് വിളിക്കുക. പക്ഷെ നമ്മൾ ഉമ്മയോട് സംസാരിക്കുമ്പോഴേ വഫാത്തിൻ നബി ഉമ്മയും പറയാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്കതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തീർക്കാൻ ഭയങ്കര പ്രയാസമാണ്. വഫാത്തുൻ നബി പറഞ്ഞാലും ഇതുപോലെ ഭയങ്കര മനസ്സിനും വല്ലാത്ത ടെൻഷനാണ്. ഉമ്മയെ കുറിച്ച് പറഞ്ഞാലും വല്ലാത്ത ടെൻഷനാണ്, സഹിക്കാൻ പറ്റും. ഉമ്മമാര് മരണപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി, എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. അള്ളാഹു നിങ്ങളുടെ ഉമ്മാക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പ് ആ ഖബറിൽ അള്ളാഹു വിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവേ, സങ്കടത്തിലാക്കരുത് റബ്ബേ. ഇവിടെ വന്നവരുടെ മരണപ്പെട്ടു പോയ ഒരുമ്മമാരും ഖബറിൽ കരയാൻ നീ ഇടവരുത്തരുത് റബ്ബേ. അള്ളാഹു ദുആ സ്വീകരിക്കട്ടെ. അവിടെ ഉമ്മയോടൊരു കാര്യം പറയുമ്പോ ഉമ്മ, പിന്നെ നിങ്ങളത് ശ്രദ്ധിച്ചോ, രണ്ടാമത് നമ്മൾ നിങ്ങളെന്ന് ചേർക്കൂലേ അല്ലെ? അതൊന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഉമ്മ അത് ശ്രദ്ധിച്ചിരുന്നു? നിങ്ങളെന്ന് പറയുന്ന ഭാഗത്ത് ഒരിക്കൽ കൂടെ ഉമ്മ എന്ന് ചേർത്ത് നോക്കി, ഒരു മധുരം കിട്ടും. ഉമ്മ, നിങ്ങളെ ഞാൻ വിളിച്ചിരുന്നല്ലോ നേരത്തെ, അത് മാറ്റിയിട്ട് ഉമ്മയെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു നോക്കിയേ, എന്തോ ഒരു മധുരാണ്. നിങ്ങൾ ഉമ്മയെ ഫോൺ വിളിച്ചിട്ട് ഉമ്മ ഫോൺ എടുത്തില്ല, ഉമ്മ തിരികെ വിളിച്ചു,
ഉമ്മ ഞാൻ നിങ്ങളെ നേരത്തെ വിളിച്ചിരുന്നു എന്ന് പറയുന്നതിന് പകരം ഉമ്മ ഞാൻ ഉമ്മയെ നേരത്തെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കുപോലും ഉമ്മമാര് ശ്രദ്ധിക്കും. എന്റെ മോനൊരു മാറ്റം വന്നു, എന്റെ മോനിപ്പോ ഉമ്മ എന്ന് പറയുമ്പോ എന്തൊരു മധുരം അവന്റെ ആ ശബ്ദത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉമ്മാക്ക് തോന്നും. സ്നേഹത്തിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ഉമ്മാക്ക് അങ്ങനെ തോന്നാത്തത് നമ്മൾ ഉള്ളിൽ തട്ടി വിളിക്കാത്തുണ്ട്. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മാറ്റി വിളിച്ചു നോക്കി, ഫോണില് ഉമ്മ സുഖമില്ലേ, ഉമ്മ അത്ഭുതപ്പെടും. ഉമ്മാന്ന് തന്നെ അങ്ങ് വിളിച്ച പോരെ. പിന്നെ ആ ഒരു മധുരം നമ്മൾ മാറ്റി പല മോഡലിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, എനിക്കറിയില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം കൂടുമ്പോഴും സംസ്കാരം കൂടുമ്പോഴും പിന്നെ അങ്ങനെ പല മോഡലില്. ചിലപ്പോൾ മമ്മ എന്നാണ് വിളിക്കുക ചില ആളുകൾ. ആയിക്കോട്ടെ, ആ സ്നേഹം ഉണ്ടായിരുന്നാൽ മതി. നിങ്ങളുടെ ശൈലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ കുടുംബപരമായിട്ട് മമ്മ എന്ന് വിളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ചിലർ മമ്മി എന്ന് വിളിക്കും. ചില നാട്ടിൽ ചിലപ്പോൾ അമ്മി എന്നായിരിക്കും പറയാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവർക്ക് ആ ശൈലി ഇങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഉമ്മ എന്ന് പറയുന്ന ഒരു വിളിയുടെ മധുരം ഒരു വല്ലാത്ത മധുരം, വല്ലാത്ത മധുരം, ഒരു വല്ലാത്ത കുളിരാണ്, വല്ലാത്ത സുഖമാണ്. അള്ളാഹു നമ്മുടെ പൊന്നാര ഉമ്മയുടെ പൊരുത്തം നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ അങ്ങ് ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നത് നബിയേ? മുത്ത റസൂല് പറഞ്ഞു, ആയിഷ ഞാൻ സ്വർഗം കണ്ടു, ആയിഷ ഞാൻ സ്വർഗം കണ്ടു, ആയിഷ സ്വർഗത്തിന്റെ സുന്ദരമായ ഭവനങ്ങൾ കണ്ടു, ആയിഷ സ്വർഗത്തിന്റെ സുന്ദര തോട്ടങ്ങൾ കണ്ടു, ആയിഷ സ്വർഗം കണ്ടാൽ ആർക്കാണ് പുഞ്ചിരി വരാത്തത്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ലോകത്തുള്ള എല്ലാ പഴങ്ങളും ലോകത്തുള്ള എല്ലാ ഫലങ്ങളും സ്വർഗീയ സുന്ദരത്തിൽ ലോകത്ത് ഒരിക്കലും കിട്ടാത്ത ഒരു കാലാവസ്ഥയിൽ ഒരു പഴമല്ലേ കിട്ടുള്ളൂ. എല്ലാ കാലാവസ്ഥയിലും സുന്ദര സ്വർഗത്തിലെ പഴങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് പൂത്തുലഞ്ഞു നിൽക്കുമ്പോ, കാറ്റ് തരിച്ചു നിൽക്കുമ്പോ അള്ളാന്റെ ഹബീബിന് എങ്ങനെയാണ് സന്തോഷം വരാതിരിക്കുക? പക്ഷേ ഈ ചിരിക്കൊരു കാരണമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അങ്ങ് സ്വർഗം കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ റഅയ്തു ഫിൽ ജന്നതി സമിഅ സൗത ഖാരിഅൻ ആയിഷ. ഹാരിസത്ത് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി സ്വർഗത്തിന്റെ ഒരു സ്വന്തം അല്ലാഹു കൊടുത്ത സ്വന്തം വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടു ആയിഷ. സ്വർഗത്തിൽ അല്ലാഹു സ്വന്തമായി കൊടുത്ത കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തിരുന്നിട്ട് ഹാരിസത്ത് ബിൻ ഉമാൻ എന്ന് പറയുന്ന സ്വഹാബി ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ട ആയിഷ. അത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി ആയിഷ, അത് കണ്ടപ്പോ എനിക്ക് ആനന്ദം കൂടി ആയിഷ. പെട്ടെന്നാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ആയിഷ. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീൽ ഈ സുന്ദര സ്വർഗത്തിനകത്ത് ഹാരിസത്ത് ബിൻ ഉമാൻ എങ്ങനാണ് വന്നത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ഇന്ന് ആകാശലോകത്തുള്ള മലക്കുകൾക്കെല്ലാം ഹാരിസത്ത് ബിൻ ഉമാനെ ഇഷ്ടമാ നബിയേ. എല്ലാം